സത്യമാണ്. ഞാനത് ഈ വാർത്ത വന്ന സമയത്ത് ഞാനിത് അന്നയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് സുധാകരൻ ഇത് എന്ത് ഉദ്ദേശിച്ചാ പോലും ഇത് പറഞ്ഞതെന്ന്. കാരണം ഇത് കോൺഗ്രസിന് അവരുടെ ഇപ്പോഴത്തെ നിലപാടിന് വലിയ തിരിച്ചടിയാകുന്ന ഒരു പ്രസ്താവനയാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത്. സന്തോഷ് പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് ഈ സുധാകരൻ ഇത് പറയുമ്പോൾ ആ സദസ്സിലിരുന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്ന്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ജാഥ നടത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. UDF കാലത്തും കാട്ടാൻ ഇറങ്ങുമായിരുന്നു. അന്നേ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ആ പണി നിർത്തിപ്പോയി എന്ന് പറയുന്നതിന്റെ ലാഘവത്വം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്ത് നിലപാടാണ് ആ കാലത്ത് സ്വീകരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ യാതൊരു തടസ്സവും പ്രതികരണം കേട്ടതിന് ശേഷം തിരികെ വരാം. ആനയെല്ലാം ചവിട്ടി പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. എന്തേ ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷെ ആനയെ ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി, ആന മരക്കൊമ്പ് മുറിച്ച് അടിച്ചു പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ മാർഗം? ഇനി നമുക്ക് മതില് കെട്ടാം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. രണ്ടാം വട്ടം തോറ്റു. മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് മാന്തി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. ആന വന്ന് ആദ്യം നോക്കി, വെള്ളം കണ്ടപ്പോ ആന തിരിച്ചുപോയി. പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി മണ്ണ് നേർത്തി ആന അകത്ത് കയറി. ആന പോയി. നമ്മളെ പിന്നാലെ പണി നിർത്തി. ഇവനിടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്.